എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകകപ്പിന് ശേഷം ഇന്ത്യ സിംബാബ്വെ പര്യടനത്തിനായി നാളെ ഇറങ്ങുകയാണ്. നാളെ വൈകിട്ട് 4:30 മുതലാണ് ഈ തീപാറും പോരാട്ടം നടക്കാൻ പോകുന്നത്. വേൾഡ് കപ്പ് ഇന്ത്യ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ യുവ താരങ്ങൾ ആയിരിക്കും ഈ സീരീസിൽ കളിക്കാൻ പോകുന്നത്. മലയാളി താരം സഞ്ജു 3ാമത്തെ T20 മുതൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് സഞ്ജുവിന്റെ വെടിക്കെട്ട് ആയിരിക്കും സിംബാബ്വെയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ സിംബാബ്വെ പര്യടനത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഗില്ലിന്റെയും അഭിഷേക് ശർമ്മയുടെയും വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വെറും 38 പന്തിൽ ഗിൽ ഇന്ന് സെഞ്ചുറി കുറിച്ചു. അപ്പോൾ ഇന്ന് നടന്ന ഇന്റർ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പ് അങ്ങനെ അവസാനിച്ചു. ഇനി സിംബാബ്വെ ആയിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ. 5 T20 മത്സരമാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെ കളിക്കുന്നത്. ആദ്യ T20 മത്സരത്തിൽ നാളെ ഇന്ത്യ സിംബാബ്വെയെ നേരിടും. സീനിയർ താരങ്ങൾക്കെല്ലാം BCCI റെസ്റ്റ് അനുവദിച്ചതുകൊണ്ട് തന്നെ യുവതാരങ്ങൾ ആയിരിക്കും നാളെ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. യുവതാരങ്ങളായ ഗിൽ, അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, മുകേഷ് കുമാർ എന്നിങ്ങനെയുള്ള താരങ്ങൾ ആയിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഇടിവെട്ട് ടീമിനെ തന്നെയാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സിംബാബ്വെയിൽ വെച്ച് ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ തീപ്പൊരി പ്രകടനം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗിൽ, റിങ്കു സിംഗ് എന്നിവർ. ഒപ്പം ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ഇന്നും പ്രകടനം നടത്തി. ആദ്യ T20യിൽ തന്നെ അഭിഷേക് 12 ബോളിൽ 50 നേടി സിംബാബ്വെയെ വിറപ്പിച്ചു. രോഹിത്തിന്റെയും ഹാർദിക്കിന്റെയും അഭാവത്തിൽ ഗിൽ ആയിരിക്കും ഇന്ത്യയെ നയിക്കുന്നത്. പക്ഷേ പിന്നെ ഇന്ത്യൻ നിരയിൽ നിരാശപ്പെടുത്തിയത് വിക്കറ്റ് കീപ്പറായ ജുറേൽ ആയിരുന്നു. സഞ്ജു 3ാമത്തെ T20 മുതൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും. പിന്നീട് അങ്ങോട്ട് സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ താരമായത് ഗിൽ തന്നെയാണ്. ഗില്ലിന്റെ അടി സിംബാബ്വെ താരങ്ങൾ വരെ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഗിൽ മികച്ച കഴിവുള്ള താരമാണ്. നാളത്തെ മത്സരത്തിലും ഇന്ത്യയുടെ തുറപ്പിച്ചിട്ട് അത് ഗിൽ തന്നെയായിരിക്കും. നാളത്തെ മത്സരത്തിൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ഫോം ആയാൽ ഇന്ത്യ റെക്കോർഡ് വിജയം നേടുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ നാളത്തെ ടീമിനെ കണ്ട് സിംബാബ്വെ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. സിംബാബ്വെ ഒരു ചെറിയ ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പര ഇന്ത്യ തൂത്തുവാരും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. ഗില്ലിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ നാളെ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. നാളത്തെ മത്സരം സോണി ലിവിലൂടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാളെ T20യിൽ ഇന്ത്യ ജയിക്കുമോ സിംബാബ്വെ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.